പാലക്കാട് ജില്ലയിൽ സ്പിരിറ്റ് നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അതിൽ വലിയ അഴിമതി നടന്നു എന്ന് പറഞ്ഞു നിയമസഭയിൽ എഴുതി നൽകി ആരോപണം ഉന്നയിച്ചു രമേശ് ചെന്നിത്തല. മുൻ പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായും മറുപടി പ്രസംഗത്തിൽ ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയും. വിശദമായി തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ അല്പസമയമെടുത്തു മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, സംശയങ്ങളൊന്നുമില്ലല്ലോ എന്ന്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോഴാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുന്നേറ്റത്. ഓ ഉണ്ടോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇരിക്കുകയും ചെയ്തു. അതിന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു മറുപടിയുണ്ട്. ആ സമയത്ത് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടി, ആ മറുപടിയിലുണ്ട് എല്ലാം. അത് ഒന്ന് കേൾക്കുക. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ KFCയെ കുറിച്ച് ഉണ്ടോ? ഇവിടെ മദ്യനയത്തിൻ്റെ കാര്യമാണ് CM പറഞ്ഞത്. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും. ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അത് ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നെന്ന് വിചാരിക്കുക. ടാറ്റയോട് ഞങ്ങൾ ടെൻഡർ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയായ പദ്ധതിയാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകുമെന്നുള്ളത് തന്നെയാണ് ഈ നയത്തിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത്, രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, അല്പമെങ്കിലും കേരളത്തോട് ആത്മാർത്ഥത കാണിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ വാക്ക് ഉപയോഗിച്ചത്? മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ കാരണം, ആർക്കു വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്? ആദ്യത്തെ മറുപടിയിൽ മുഖ്യമന്ത്രി ചില കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിന് ആവശ്യമുള്ളത് 39.55 കോടി ലിറ്റർ എത്തനോളും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുമാണ്. എന്ന് വെച്ചാൽ സ്പിരിറ്റും എത്തനോളും അടക്കം 39.55 കോടി ലിറ്റർ ആവശ്യമുണ്ട് കേരളത്തിൽ. 2024 കേരളത്തിലേക്ക് വന്ന എത്തനോളും സ്പിരിറ്റിന്റെയും കണക്കാണ്. അതിൽ സ്പിരിറ്റ് മാത്രം 9.21 കോടി ലിറ്ററാണ്. സ്പിരിറ്റ് മാത്രം. ഈ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു വർഷം എത്തനോളിന് വേണ്ടിയും സ്പിരിറ്റിന് വേണ്ടിയും പുറത്തേക്ക് പോകുന്നത് 3000 കോടി രൂപയാണ്. 3000 കോടി രൂപ. അത് എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തിക്കൂടാ? ഈ പണം എന്തിന് പുറത്തേക്ക് ഒഴുകുന്നു? ഏത് സംസ്ഥാനങ്ങളിലേക്കാണ് ഒഴുകുന്നത്? മഹാരാഷ്ട്രയിലേക്കും കർണാടകയിലേക്കും. കർണാടകയിലെ സ്പിരിറ്റ് നിർമ്മാണശാലകളിൽ മിക്കതും കോൺഗ്രസ് നേതാക്കളുടേതാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിൽ മലയാളികളുമുണ്ട്. കർണാടകയിൽ സ്പിരിറ്റ് കച്ചവടം നടത്തുന്ന മലയാളികൾ കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അവരുടെ പേരൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകും. അതൊക്കെ ഇത്രയും കോടി രൂപ, 3000 കോടി രൂപ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒഴുകുന്നു. അതുമാത്രമല്ല, 1 ലിറ്റർ സ്പിരിറ്റ് കേരളത്തിൽ എത്തിക്കാൻ ചെലവാക്കുന്നത് 10 രൂപയാണ്. 10 രൂപ. അതുമാത്രം കണക്കാക്കിയാൽ 400 കോടി രൂപ വരും. 400 കോടി രൂപ. എന്നാൽ സ്പിരിറ്റും എത്തനോളും കേരളത്തിൽ നിർമ്മിച്ചാൽ കേരളത്തിന് യാത്രാ നിരക്ക് 1 ലിറ്ററിന് 2 രൂപ മാത്രമേ വരികയുള്ളൂ. അതിലൂടെ 300 കോടി രൂപയെങ്കിലും കേരളത്തിന് ലാഭിക്കാൻ കഴിയും, കേരളത്തിന് ചെലവഴിക്കാൻ കഴിയും. അതുകൂടാതെ 600 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ വരുന്നത്. 600 കോടി രൂപയുടെ നിക്ഷേപം വന്നാൽ ഏകദേശം 680 പേർക്ക് നേരിട്ടും 2000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുകയും ചെയ്യും. വലിയ വ്യവസായശാലയാണ് വരുന്നത്. കേരളത്തിൽ പാലക്കാട് മാത്രമല്ല, എവിടെ
സ്പിരിറ്റ് നിർമ്മാണശാല തുടങ്ങാൻ ആര് ആഗ്രഹിച്ചാലും സ്ഥലം വാങ്ങി അവർ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചാൽ എല്ലാ സഹായവും സർക്കാർ ചെയ്തു കൊടുക്കും എന്നുകൂടി പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കമ്പനിയാണ്. അവർ അവരുടെ സ്ഥലത്ത്, അവർ വാങ്ങിയ സ്ഥലത്ത് അവർ ഒരു ഫാക്ടറി തുടങ്ങുന്നു. മറ്റ് അനുമതികൾ സംസ്ഥാന സർക്കാർ നൽകുന്നു. അതേപോലെ കേരളത്തിൽ എവിടെയും ഫാക്ടറി വന്നാൽ സർക്കാർ അനുമതി നൽകും. കേരളത്തിലെ നിലവിലുള്ള നിയമമനുസരിച്ച് എല്ലാ അനുമതികളും നൽകും എന്ന് വ്യക്തമായും പറയുന്നു മുഖ്യമന്ത്രി. വൻ നിക്ഷേപമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അതില്ലാതാക്കണം. അതാണോ പ്രതിപക്ഷത്തിന്റെ താല്പര്യം? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അല്പമെങ്കിലും കേരളത്തോട് താല്പര്യം കാണിക്കൂ എന്ന്. പ്രതിപക്ഷ നേതാവിനോടും മുൻ പ്രതിപക്ഷ നേതാവിനോടും മുഖത്ത് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രി, കേരളത്തോട് അല്പമെങ്കിലും താല്പര്യം കാണിക്കൂ, ആത്മാർത്ഥത കാണിക്കൂ എന്ന്. നിങ്ങളുടെ ആത്മാർത്ഥത കർണാടകയിലെ മദ്യലോബിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മാർത്ഥത വേണ്ടത് മഹാരാഷ്ട്രയിലെ മദ്യലോബിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അതിന്റെ അർത്ഥം, മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം നിയമസഭയിലെ MLA-മാർക്ക് മനസ്സിലായിട്ടുണ്ടോ, അതല്ല പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ടോ, മുൻ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആർക്കു വേണ്ടിയിട്ടാണ് മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് ലോബിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, മുഖ്യമന്ത്രി നൽകിയ മറുപടി. you